മധു മുല്ലശ്ശേരിയെ CPIയിൽ നിന്ന് പുറത്താക്കി നടപടി പ്രഖ്യാപിച്ച തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിയാണ്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവസാനം പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ചു അല്ലേ? എസ് കെ ഗുഡ് മോർണിംഗ്. പാർട്ടി അവസാനം തീരുമാനം പ്രഖ്യാപിച്ചു. ഇന്നലെ തന്നെ ഈ മധു മുല്ലശ്ശേരിയെ പുറത്താക്കാനുള്ള ധാരണ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പ്രഖ്യാപനം നടത്തിയാൽ മതി എന്ന തീരുമാനമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതി ലഭിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് BJP നേതാക്കൾ മധു മുല്ലശ്ശേരിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം തന്നെ BJP നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും മധു മുല്ലശ്ശേരി ആശയവിനിമയം നടത്തുന്നതായി CPM അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ നടപടി പ്രഖ്യാപിച്ചത്. അപ്പോൾ പുറത്താക്കിയ മധു വൈകാതെ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുമെന്നും CPM നേതൃത്വത്തിന് അറിയാം. ഇന്ന് രാവിലെ 10 മണിക്ക് CPM ജില്ലാ സെക്രട്ടറി V. ജോയ് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അവഹേളിച്ചതിൻ്റെ പേരിലാണ് മധു മുല്ലശ്ശേരിയെ പുറത്താക്കുന്നതെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ CPM ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മധു മുല്ലശ്ശേരി CPM ജില്ലാ സെക്രട്ടറി V. ജോയ്ക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത്. പിന്നീട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന നേതാക്കൾക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം പാർട്ടിയെ അവഹേളിക്കുന്നതാണ് എന്ന് കണക്കിലെടുത്താണ് ഇപ്പോൾ നടപടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മധു മുല്ലശ്ശേരിയെ പുറത്താക്കിയിരിക്കുന്നു. രാവിലെ തന്നെ അദ്ദേഹം BJPയിലേക്ക് ചേക്കേറുമെന്നും വാർത്തകൾ രാവിലെ തന്നെ വന്നു തുടങ്ങി. അൽമൂസ് ബ്ലോഗർ ചോദിക്കുന്നു, ടവേരിൽ എങ്ങനെയാണ് ഓവർലോഡ് എന്ന് പറയുന്നത്? 7 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അങ്ങനെയാണ് വന്നിരുന്നെങ്കിലും ഇപ്പോൾ 7 സീറ്റഡ് ഈ ടവേരയിൽ 11 പേർ യാത്ര ചെയ്തിരുന്നു എന്നാണ് ഏറ്റവും അവസാനം വിവരം.